എല്ലാവർക്കും എൻ്റെ ഈ വേഷം കണ്ടപ്പോഴേ മനസ്സിലായി കാണും നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഈ വേഷം കണ്ടപ്പോഴേ മനസ്സിലായി കാണും നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോവാണ്. ഇന്ന് 27-ാം തീയതി വൈകിട്ട് 7:30 ഷോയിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ അടുത്ത സിറ്റിയായ എർലങ്കൻ സിനി സ്റ്റാറിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു എല്ലാം. ഒരു മലയാള സിനിമ മാത്രമല്ല, ഒരു സിനിമ പോലും എനിക്ക് തോന്നുന്നില്ല ഇവിടങ്ങളിൽ ഇത്രയും ഹൗസ്ഫുള്ളായിട്ട് ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടുണ്ടെന്ന്. അപ്പം 7:30 ഷോ ഓൾറെഡി ബുക്ക്ഡ് ആയതുകൊണ്ട് അവർ 7:15 പുതിയൊരു ഷോവും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം എത്ര മലയാളികളെ കാണാമെന്ന്. കാരണം ഇന്ന് ഫുള്ള് ആ എർലങ്കൻ സിറ്റി തന്നെ എവിടെ നോക്കിയാലും കറുത്ത വേഷവും ഇട്ട് മലയാളികളെ മാത്രമേ കാണാൻ കിട്ടത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ മൂവി 18+ സർട്ടിഫിക്കേഷനാണ്, FSK 18 ഇവിടെ ജർമ്മനിയിൽ. അതുകൊണ്ട് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റൂ. എൻ്റെ കുട്ടികളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇപ്പം സമയം ഓൾമോസ്റ്റ് 6:30 ആവുന്നു. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുന്ന്. വഴിയിലൊന്നും വലിയ തിരക്കില്ലാഞ്ഞുകൊണ്ട് വേഗം തന്നെ അങ്ങ് എത്താൻ പറ്റി. കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പതുക്കെ തിയേറ്ററിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞില്ലേ കറുത്ത വേഷം ഇട്ട് ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന്. ദേണ്ടേ, തിയേറ്ററിന് വെളിയിൽ മൊത്തം മലയാളികളാണ്. ഇത്രയും ഇന്ത്യക്കാരെ കണ്ടിട്ട് ഇവിടുത്തുകാരെല്ലാം അമ്പരന്നിട്ടുണ്ടാവും. തിയേറ്ററിനകത്തോട്ട് കയറിയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിയേറ്റർ നമ്പർ 2-ലാണ് 7:30 ഷോ പ്രദർശിപ്പിക്കുന്നത്. കുറച്ച് നേരത്തെ വന്നുകൊണ്ട് പുറത്ത് അറിയുന്ന മലയാളികളെയൊക്കെ കണ്ടപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് നിന്നു. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് പുറകിൽ ഒത്ത നടുക്കായിട്ടുള്ള സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അറിയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഇവിടുന്ന് ചേച്ചി എന്നൊക്കെ വിളിക്കുന്ന കേട്ടപ്പോഴാണ് ഇവരൊക്കെ സിനിമ കാണാനുണ്ടെന്ന് തന്നെ ഞങ്ങൾ അറിയുന്നത്. ദേണ്ടേ, സിനിമ തുടങ്ങാൻ പോവാണ്. എത്രയൊക്കെ ആയാലും നമ്മുടെ നാട്ടിലെ തിയേറ്ററിലിരുന്ന് കാണുന്ന പോലുള്ള സുഖമൊന്നും ഇവിടെ ഇരുന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും കുറച്ച് പിള്ളേരൊക്കെ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നതുകൊണ്ട് കുറച്ച് അലയും ബഹളമൊക്കെ പ്രതീക്ഷിക്കാം. കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ല കൂവലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലൊക്കെയുള്ള മൂവീസ് നമുക്ക് ഇങ്ങനെ കസേരയിൽ അടങ്ങിയിരുന്നൊക്കെ കാണാൻ പറ്റുമോ? ആൻ്റണി പെരുമ്പാവൂരിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ പേരെഴുതി കാണിച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കയ്യടിയും ബഹളമായിരുന്നു. നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന സിനിമയായിരുന്നില്ലേ ഇത്. ലൂസിഫറിൽ കണ്ട മുഖങ്ങളെല്ലാം വീണ്ടും എമ്പുരാനിൽ കണ്ടപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ലാലേട്ടൻ്റെ മാസ് എൻട്രിക്കായിട്ട് വെയിറ്റിംഗ് ആണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരെണ്ണം ഉണ്ടായിട്ടില്ല. എൻ്റെ പിള്ളേരെ ഈ സിനിമ തിയേറ്ററിൽ കൊണ്ട് കാണിക്കാൻ പറ്റിയില്ലല്ലോ, അതാ എൻ്റെ വിഷമം. ഈ സിനിമയുടെ മേക്കിങ് പൊളിയായിരുന്നു കേട്ടോ. പൃഥ്വിരാജിന് സമ്മതിക്കാതെ വയ്യ. എന്നാൽ ഇനി വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. ബൈ ബൈ.